ഹായ്, നിങ്ങൾക്ക് നോക്കാം എന്റെ ഫേസിൽ യാതൊരുവിധ കറുത്തപ്പാടോ പിമ്പിൾസോ ഒന്നുമില്ല. ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ എന്റെ ഫേസിൽ ഞാൻ യാതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലാത്ത, അതൊക്കെ ഡ്രൈ ഡാർക്ക്നെസ് ഒന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇല്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്കിന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 3 പ്രോഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് നേടാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ നൈറ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന റിങ്കിൾസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമ്മൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് വേണ്ടത് ഒരു ഇതെന്താണ്, ബേബി ഓയിലാണ്. ഇതിപ്പോ പുറത്തുനിന്നുള്ള ഓയിലാണ്. ഇതിന്റെ തന്നെ നമുക്ക് ജോൺസൺസിന്റെ ഒക്കെ ഇവിടെ നാട്ടിൽ കിട്ടുന്ന ബേബി ഓയിൽ ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് സെക്കൻഡ് ഒരു അലോവേര ജെല്ല് എടുക്കുക. ഇതും പുറത്തുനിന്നുള്ളതാണ്, ഇവിടുത്തെ അല്ല. ഒരു അലോവേര ജെല്ല് എടുക്കുക. ദെൻ വാസ്ലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ടല്ലോ. അപ്പൊ ഈ വാസ്ലീൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോക്കോ ബട്ടറിന്റെ വാസ്ലീൻ ഉണ്ട്, ഇതുപോലത്തെ വാസ്ലീനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസിലോട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ കോക്കോ ബട്ടറാണ് കുറച്ചുകൂടി നല്ലത്. ഇത് റിച്ച് മോയ്സ്ചറൈസിംഗ് ആണ്. അപ്പൊ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ ഈ വാസ്ലീൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റതിനേക്കാൾ ഇതായിരിക്കും നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ലത്. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. ഇതിലോട്ട് ഒരു സ്പൂൺ, ഏകദേശം ഇതുപോലെ ഒരു സ്പൂൺ ഓയിൽ എടുക്കുക. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്, ചീത്താവുന്നില്ല. ഓക്കെ, ഇതുപോലെ ഒരു സ്പൂണ് ബേബി ഓയിൽ എടുക്കുക. അതിനുശേഷം നമ്മുടെ വാസ്ലിൻ എടുക്കുക. ഇത്ര ക്വാണ്ടിറ്റി മതി. അതിനുശേഷം നമുക്കൊരു ഇത് ഫേസിന് മാത്രമല്ല, നമ്മുടെ കാലില് വിണ്ട് കീറുന്ന പ്രശ്നമില്ലേ, അത് സോൾവ് ചെയ്യാൻ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണിത്. ഇത് നമ്മൾ കിടക്കാൻ നേരം കാലിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്ത്, കാലിന്റെ അകം പോർഷനിലും പുറത്തും 2 പോർഷനിലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നല്ല ഒരു ഭയങ്കര ചേഞ്ച് മനസ്സിലാവും. കാല് നല്ല മോയ്സ്ചറായിട്ട്, നല്ല ഫീറ്റൊക്കെ നല്ല റെഡിഷ് ആയിട്ട്, നല്ല അത്രയും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു യൂസും കൂടി ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചത്. ഇതിന്റെ ഒരു ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, നമുക്ക് കാണണ്ടേ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ലല്ലോ. അപ്ലൈ നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ അപ്ലൈ ചെയ്യാം. ഈ കണ്ണിന്റെ താഴെയൊക്കെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടേക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലും റിങ്കിൾസ് വരാൻ ചാൻസ്. ആദ്യം റിങ്കിൾസ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ ചിരിക്കുന്ന സമയത്തൊക്കെ ലൈൻസ് വരുന്നത് ഈ ലിപ്സിന്റെ ലാഫിംഗ് ലൈൻസ് എന്ന് പറയും, അവിടെയും പിന്നെ ഈ അണ്ടർ
ഐസെരിഡോൺ. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.